തോരാമഴയിലും പോരാട്ട വീര്യം ചോർന്നില്ല. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് സമാപനം. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെ 460 കരകളിൽ നിന്നെത്തിയ 3000-ഓളം യോദ്ധാക്കൾ പടനിലത്ത് ഏറ്റുമുട്ടി. ഓച്ചിറക്കളിയോടനുബന്ധിച്ചുള്ള കാളച്ചന്തയും കന്നുകാലി കാർഷിക പ്രദർശനവും 17 മുതൽ 19 വരെ പടനിലത്ത് നടക്കും. തോരാമഴയിലും ചോരാതെ പോരാട്ടവീര്യം. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് സമാപനമായി. 2 ദിവസങ്ങളിലായാണ് ഓച്ചിറക്കളി നടന്നത്. 52 കരകളിൽ നിന്ന് 400-ലധികം കളിസംഘങ്ങളാണ് ഓച്ചിറക്കളിയിൽ പങ്കെടുത്തത്. 1 മാസത്തെ വ്രതാനുഷ്ഠാനത്തോടെ പരബ്രഹ്മത്തെ ധ്യാനിച്ച് തന്റെ കളരിയിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും ആയോധന മുറകൾ അഭ്യസിപ്പിച്ച് പടയ്ക്ക് പ്രാപ്തരാക്കിയാണ് ആശാന്മാർ ഓച്ചിറക്കളിക്കെത്തുന്നത്. ആചാരപ്രകാരമുള്ള അംഗവസ്ത്രങ്ങളും കഴുത്തിൽ വലിയ ഹാരവും അണിഞ്ഞ് മൂർച്ചയുള്ള വാളും പരിചയമേന്തിയുമാണ് ആശാന്മാർ എത്തുന്നത്. 11 മണിയോടെ 2ാം ദിവസത്തെ ഓച്ചിറക്കളിക്ക് തുടക്കമായി. 52 കരകളിലെ 460 കളരികളിൽ നിന്നെത്തിയ 3000-ഓളം യോദ്ധാക്കളാണ് പടനിലത്ത് ഏറ്റുമുട്ടിയത്. പടനിലം യോദ്ധാക്കളെയും ഭക്തരെയും കൊണ്ട് നിറഞ്ഞിരുന്നു. കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക വേഷവിധാനങ്ങളോടെ തലപ്പാവ് ധരിച്ച യോദ്ധാക്കൾ ചെറുസംഘങ്ങളായി പടനിലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അണിനിരന്നു. ശംഖുനാദം മുഴങ്ങിയതോടെ പടത്തലവന്മാരുടെ നേതൃത്വത്തിൽ യോദ്ധാക്കൾ ക്ഷേത്രഭരണസമിതി ഓഫീസിന് മുന്നിൽ ഒത്തുകൂടി. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ പടത്തലവന്മാരായ ശിവരാമനാശാൻ, നാഗരാജനാശാൻ എന്നിവർക്ക് ധ്വജം കൈമാറിയതോടെയാണ് ഘോഷയാത്രയും ആരംഭിച്ചത്. കരനാഥന്മാർ 8 ഘട്ടത്തിലിറങ്ങി കരപറഞ്ഞ് ഹസ്തദാനം ചെയ്തു. ഇതോടെ ഇരുകരകളിലുമായി നിലയുറപ്പിച്ച യോദ്ധാക്കൾ രണഭേരി മുഴക്കി 8 ഘട്ടത്തിലിറങ്ങി പോരാട്ടം തുടങ്ങി. പടയാളികൾ കൈമൈ മറന്ന് പോരാടി. കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ ഓച്ചിറക്കളികളിൽ പങ്കാളികളായി. തുടർന്ന് തകിടിക്കണ്ടത്തിലും കുറച്ചുനേരം പോരാട്ടം നടത്തി. ശേഷം യോദ്ധാക്കൾ പരബ്രഹ്മത്തെ വണങ്ങി ക്ഷേത്രകുളത്തിൽ സ്നാനം ചെയ്ത് അടുത്ത വർഷം വീണ്ടും കാണാമെന്ന ഉറപ്പിലാണ് കളരികളിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.